വെൽക്കം ബാക്ക്. ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു രാത്രി 8:30 മണിക്ക്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ മാധ്യമവും തെറ്റിപ്പോയി എന്നാണ് പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഇന്നെടുക്കാൻ പോവുകയാണ്. അതിലൊരു പരിശോധന നടത്താൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ കമ്മീഷൻ പരിശോധിക്കും. അതിനുശേഷമാകും നടപടിയെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. CPM ജനറൽ സെക്രട്ടറി MA ബേബി, P സന്തോഷ് കുമാർ MP, AICC അംഗം അനിൽ അക്കര തുടങ്ങിയവരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പരാതി നൽകിയിരിക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. എന്താണ് പ്രതിപക്ഷത്തിന്റെ പരാതി? പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ദൂരദർശൻ വഴി പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന, അതും വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടതിന് ശേഷം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ പ്രത്യേകതയാണ്, ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം നൽകുന്ന പരാതി എന്താണ്? അവരുടെ നിലപാട് എന്താണ്? വിനിഷ, 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ചില നിലപാടുകളും അതോടൊപ്പം തന്നെ ചട്ടക്കൂടുകളടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ദൂരദർശനെയും ആകാശവാണിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഔദ്യോഗിക മാധ്യമങ്ങളായിട്ടുള്ള ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഔദ്യോഗിക മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന നിലപാടാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. AICC അംഗമായിട്ടുള്ള അനിൽ അക്കര, അതോടൊപ്പം തന്നെ CPI നേതാവ് P സന്തോഷ് കുമാർ, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ ജ്ഞാനേഷ് കുമാറിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുകയും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിൽ മോദിയുടെ പ്രസംഗമടക്കം ഇപ്പോൾ പരിശോധിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരാതികളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിക്ക് പോകുന്നത്. അതേസമയം ഏതെങ്കിലും നോട്ടീസ് കിട്ടുകയാണെങ്കിൽ BJP മറുപടി നൽകാം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണം എന്നുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ജ്ഞാനേഷ് കുമാറോ അല്ലെങ്കിൽ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോ BJPക്കോ മറ്റോ കേന്ദ്ര സർക്കാരിന്റെ വക്താക്കൾക്കോ ഒന്നും തന്നെ നോട്ടീസ് നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ തന്നെ ആദ്യം വിശദീകരണം തേടുന്ന ഒരു സമീപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം MA ബേബിയുടെ വിമർശനങ്ങൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ജ്ഞാനേഷ് കുമാർ തന്നെ ഈ നിലയിൽ പ്രവർത്തിക്കുന്ന BJPക്ക് അടക്കം ഫേവറബിൾ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നതിലടക്കം പ്രതിപക്ഷം ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പരാതി നൽകുക എന്നുള്ളത് അത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും പെരുമാറ്റച്ചട്ടം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഔദ്യോഗിക മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്തുവെന്നും കോൺഗ്രസ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കേസ് ഇന്ന് ഈ പരാതികളൊക്കെ തന്നെയും ഇന്ന് പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതോടുകൂടി BJP വലിയ പ്രചാരണം പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരെ നടത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. എന്തായാലും ഇന്ന് അത്തരം കാര്യങ്ങളിൽ ചില നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായി നിലനിൽക്കുകയാണ്. എന്തായാലും BJPക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുമോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ചോദിക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്. ശരി, താങ്ക് യു റഷീദ്.